പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്നേഹ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം അറിയാതെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനു. എത്രയും പെട്ടെന്ന് തന്നെ സ്നേഹയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അന്വേഷണം തുടരുകയും ഇതേ തുടർന്ന് സ്നേഹയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായതിനെ തുടർന്ന് തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്നേഹയെ കാണണം എന്ന് മനു ആവശ്യപ്പെടുന്നു. പക്ഷേ മനു വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന അവർ സ്നേഹ ഈ വീട്ടിൽ വന്നിട്ടില്ല എന്ന് അറിയിക്കുകയും അവൾ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തെങ്കിലും കാര്യം അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ ഞാൻ മനുവിനെ വിളിച്ച് അറിയിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് കൂട്ടുകാരി മടക്കി അയച്ചിരിക്കുകയാണ് മനുവിനെ. ഇതോടെ മനു നിരാശനായി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതോടെ സ്നേഹയെ ചെന്ന് കാണുന്ന കൂട്ടുകാരി എന്ത് ക്രൂരതയാണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും നിന്നെ അന്വേഷിച്ച് ഇത്രയധികം ദൂരം യാത്ര ചെയ്തു വന്ന ആളാണ് മനു. അത് വെറുതെയല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നിട്ടും നീ അവൻ്റെ മുന്നിലേക്ക് പോകാതെ ഒളിച്ചിരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. നീ ഇത്ര ക്രൂരത അവനോട് കാണിക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ ജീവിതം നശിച്ചു എന്നും ഞാൻ അവന് വേണ്ടി ഇനി ഈ ജീവിതം ജീവിച്ചു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അവൻ വിവാഹം കഴിച്ചല്ലോ, ഇനി അഞ്ജലിയുമായി അവൻ സുഖത്തോടെ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കാണുകയാണ് എങ്കിൽ അവന് അഞ്ജലിയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ മനു ആ കുട്ടിയുടെ ജീവിതം കൂടി തകർത്തുകൊണ്ട് ഇവിടേക്ക് കടന്നു വരാനാണ് സാധ്യത. എന്തിനാണ് ഞാൻ അവളുടെ ജീവിതം തകർക്കുന്നത്? എനിക്ക് അത് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. ഇനിയൊരിക്കലും ഒരു ബാധ്യതയായി ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ സുഖമായി ജീവിക്കട്ടെ. പക്ഷേ ഇത് കേൾക്കുന്ന കൂട്ടുകാരി ഒരിക്കലും നിന്നെ മറക്കാൻ മനുവിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് അതും സത്യം തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇനി സാധിക്കുകയില്ല. അവിടെ എനിക്ക് സ്ഥാനമില്ല, ആരും തന്നെ എന്നെ അംഗീകരിക്കുകയുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സ്നേഹ അവിടെ നിന്ന് മാറി നിന്ന് കരയുകയാണ്. ഇതേ സമയം അഞ്ജലി മനുവിനെ ചെന്ന് കണ്ട് സ്നേഹയെ കണ്ടെത്താൻ സാധിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒരുപാട് ഞാൻ അന്വേഷിച്ചു. അവൾ പോകാനുള്ള സ്ഥലത്തൊക്കെ ഒരിടത്തും അവൾ ചെന്ന ലക്ഷണമില്ല. എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്നറിയാതെ എനിക്കാണേൽ ഒരു സമാധാനവുമില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നാണ് തനിക്ക് തോന്നുന്നത് എന്ന് മനു പറഞ്ഞതിനെ തുടർന്ന് മനുവിനെ ആശ്വസിപ്പിക്കുന്നതിനായി അഞ്ജലി തയ്യാറാവുകയും എല്ലാം ശരിയാകുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തൊക്കെ സംഭവിച്ചാലും മനുവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നും യാതൊരു വിധത്തിലും മനു പേടിക്കണ്ട എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് മനു മുന്നിലേക്ക് പോകുന്നു. സ്നേഹയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം മനു അവസാനിപ്പിക്കുന്നുമില്ല. ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായി മനുവിൻ്റെ മുന്നിലേക്ക് സ്നേഹ വന്നുപെടുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് സ്നേഹ. ഒഴിഞ്ഞു മാറിക്കൊണ്ട് രക്ഷപ്പെടുന്നതിനായി സ്നേഹ ശ്രമിക്കുന്നുവെങ്കിലും സ്നേഹയ്ക്ക് അതിന് സാധിക്കുന്നില്ല. മനു സ്നേഹയെ ബ്ലോക്ക് ചെയ്ത് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ സ്നേഹ കൂടെ പോകുന്നതിനായി തയ്യാറാകുന്നു. സ്നേഹയോട് എന്തുകൊണ്ടാണ് തന്നോട് ഇങ്ങനെ ചെയ്തത് എന്നും
താനെന്ത് കുറ്റം ചെയ്തിട്ടാണ് ഒഴിഞ്ഞുമാറി നടക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സ്നേഹയെ അന്വേഷിച്ച് എത്രത്തോളം ദൂരമാണ് ഞാൻ യാത്ര ചെയ്തത് എന്ന് അറിയാമോ എന്നും എത്രത്തോളം വിഷമിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സ്നേഹ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. മനു, നിനക്ക് പുതിയൊരു ജീവിതമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് നീ വേസ്റ്റാക്കരുത്. പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നതിന് നീ ശ്രമിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പഴയ കാര്യങ്ങൾ മറക്കാൻ നിനക്ക് സാധിക്കുമോ എന്ന് മനു തിരികെ ചോദിക്കുന്നു. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിച്ചതാണ്. ആ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് സാധിക്കുമോ? നിനക്ക് എന്നെ മറക്കാൻ സാധിക്കുമോ? നീ തന്നെ പറ. നിനക്ക് സാധിക്കും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ ഞാനും നിന്നെ മറക്കാൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് മനു. ഇതോടെ ആകെ തകർന്നു പോകുന്ന സ്നേഹ, അഞ്ജലി എന്ന പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞുവെന്നും ഇനി എനിക്ക് ആ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയും ചെയ്യുന്ന സ്നേഹ, ഇനി നമ്മൾ കാണരുത് എന്നുള്ള കണ്ടീഷൻ മുന്നിലേക്ക് വയ്ക്കുകയും എന്നെ നീ സ്നേഹിക്കുന്നത് സത്യമാണ് എങ്കിൽ ആ ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആകുന്നു മനുവിന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.